ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കോന്നി പറയാൻ പോകുന്ന രാഷ്ട്രീയം നിർണായകമാണ്. അപ്പോൾ നമുക്ക് കോന്നിയിലെ ജനമനസ്സറിയാം. ഞങ്ങൾ നേരിട്ട് ഇവിടുത്തെ സാധാരണ പ്രവർത്തകരിലേക്ക്, വോട്ടർമാരിലേക്ക്, പ്രബുദ്ധരായ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. കോന്നി ടൗണിന് നടുക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവശേഷിക്കുന്ന ദിവസങ്ങളിൽ കോന്നി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് നോക്കേണ്ടത്. എന്താണ് ഇത്തവണ കോന്നി തിരികെ പിടിക്കും എന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട്? എന്ത് കാരണമാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക? ഉറപ്പാണല്ലോ, നമ്മളെ ഈ പ്രാവശ്യം കഴിഞ്ഞ 23 വർഷക്കാലം കോന്നിക്കുണ്ടാക്കിയ അടിസ്ഥാന സൗകര്യങ്ങൾ അത് ഈ കഴിഞ്ഞ 10 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. ആ അന്നുണ്ടാക്കിയ മെഡിക്കൽ കോളേജിനും അതുപോലെ തന്നെ ഈ കാണുന്ന KSRTC ബസ് സ്റ്റാൻഡ്, അതുപോലെ ഇവിടെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, താലൂക്കിന് ഇവിടെ സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കി. ഇവിടെ ഉമ്മൻചാണ്ടി സാർ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ കോന്നിക്കൊരു കോടതി അനുവദിക്കണമെന്നുള്ള നിരന്തരമായ അപേക്ഷയിൽ അദ്ദേഹത്തിന്റെ ഇവിടെ പൗരാവലിയുടെ മുമ്പിൽ വെച്ച് അപേക്ഷ സ്വീകരിക്കുകയും കോന്നിക്കൊരു കോടതി നിർമ്മിക്കുന്നതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് ഈ ഭരണം മാറിയത്. അപ്പൊ ഇത് കോന്നിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയോ അത് ഈ കഴിഞ്ഞ 23 വർഷം കോന്നിയുടെ MLAയും കോന്നിയിൽ നിന്ന് അസംബ്ലിയിലേക്ക് പോയ അടൂർ പ്രകാശ് 5 ടൈമിൽ ഇവിടെ ഇരുന്നിട്ടും ചെയ്യാത്ത കാര്യങ്ങൾ 7 വർഷം കൊണ്ട് ഒരു ഇടത് MLAക്ക് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞു. ഇതാണ് സംസ്ഥാന തലത്തിൽ തന്നെ CPM പറയുന്നത്. അതെ, അത് കഴിഞ്ഞ 7 വർഷമായി അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടൂർ പ്രകാശ് സാർ ചെയ്തതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കുറച്ച് റോഡുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. റോഡുകൾ അത് ധാരാളം MLAയുടെ ഫണ്ട് അത് ഉപയോഗിച്ച് റോഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ 7 വർഷമായോ കഴിഞ്ഞ 10 വർഷമായോ നയപരമായി കേരള അസംബ്ലിയിൽ ഒരു തീരുമാനമെടുത്ത് പുതിയതായി തുടങ്ങിയ ഒരൊറ്റ പ്രൊജക്ട് ഈ കേരളത്തിലോ ഈ കോന്നി അസംബ്ലി തീരുമാനത്തിലോ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് എടുത്തു പറയുവാൻ ഇവിടെ വന്നിരിക്കുന്ന ഇടതുപക്ഷ CPM സഹയാത്രിക ഇടതുപക്ഷ നേതാക്കൾ തയ്യാറാകണം. ഞങ്ങൾ ഉറപ്പായി പറയുന്നു, ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ സർക്കാർ നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ, ബഹുമാന്യനായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയാണെങ്കിലും കൊച്ചി വലിയ വിമർശനമാണ്. അതായത് ഉമ്മൻചാണ്ടിയും അടൂർ പ്രകാശും ചെയ്തതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ, അടൂർ പ്രകാശ് തുടങ്ങി വെച്ച കുറച്ച് റോഡുകളുടെ പണിയൊക്കെ പൂർത്തീകരിക്കാൻ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ദിനേശ് കുമാറിന് കഴിഞ്ഞ 7 വർഷം കൊണ്ട് കഴിഞ്ഞില്ല എന്നാണ് UDFന്റെ കോൺഗ്രസിന്റെ ആരോപണം. എന്താണ് നിങ്ങളുടെ മറുപടി? തികച്ചും തെറ്റിദ്ധാരണാജനകമായ ആരോപണമാണ്. കഴിഞ്ഞ 6.5 വർഷക്കാലമായി സഖാവ് ജനീഷ് കുമാർ ഉപതെരഞ്ഞെടുപ്പിലൂടെ 2019 തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ നാടിന്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് നാട്ടുകാർക്കറിയാം. ഈ പുന്നൂർ മൂവാറ്റുപുഴ ദേശീയപാത മാത്രമല്ല, ഇവിടെ 12ഓളം പാലങ്ങൾ സഖാവ് ജനീഷ് കുമാർ MLA ആയതിനു ശേഷം ഈ മണ്ഡലത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചാണ്, അടൂർ പ്രകാശ് തുടങ്ങി വെച്ചതാണ്, അതിന്റെ ബാക്കിയാണ് പുതുതായി നിർമ്മിക്കപ്പെട്ടത്. ഇപ്പൊ ചിറ്റൂർക്കടവ് പാലം, പുതിയ അലൈൻമെന്റ്, പുതിയ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ചിറ്റൂർക്കടവ് കോന്നി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചിറ്റൂർക്കടവ് പാലം ഇപ്പൊ പണി ആരംഭിച്ചു. ഒപ്പം അരുവാപ്പുലം പഞ്ചായത്ത് വഴിയിൽ നിന്നും ഐരമണയ്ക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പാലം ജനീഷ് കുമാർ MLA ആയതിനു ശേഷമാണ് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പണി ആരംഭിച്ചത്. കൊക്കാത്തോട് ആവണിപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത്, ആദിവാസികൾ താമസിക്കുന്ന പ്രദേശത്ത് സഖാവ് ജനീഷ് കുമാർ MLA ആയതിനു ശേഷം അവിടെ ഒരു പുതിയ പാലം നിർമ്മിക്കാൻ വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു, അവിടെ പണി ആരംഭിച്ചു. 23.5 വർഷക്കാലം MLAയും മന്ത്രിയുമായിരുന്ന ആളിന് സാധിക്കാഞ്ഞത് ജനീഷ് കുമാറിന് സാധിച്ചു എന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആകെ അറിവുള്ളതാണ്. അതാണ് മറുപടി. 23 വർഷം MLAയും പിന്നീട് മന്ത്രിയും ഒക്കെ ആയിരുന്ന ആളിന് സാധിക്കാത്ത ജനീഷ് സാധിച്ചു എന്നാണ്. അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? അല്ല, 23 വർഷമായിട്ട് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് അടൂർ പ്രകാശ് MLAക്ക് സാധിക്കാത്ത കാര്യം ഇദ്ദേഹം പറഞ്ഞല്ലോ. ഈ കൊക്കാത്തോട് പാലം എന്ന് പറയുന്ന സാധനം സാധിച്ചത് അടൂർ പ്രകാശ് MLA ആണ്. കാര്യം അതിനു മുമ്പ് 6 ക്രോസ് ചെയ്താണ് ജനങ്ങൾ അങ്ങ് നാട്ടിലോട്ട് കയറിക്കൊണ്ടിരുന്നത്. അതിന് പരിഹാരമായിട്ടൊരു പാലം പണിതതും അങ്ങോട്ട് വൈദ്യുതി എത്തിച്ചതും അടൂർ പ്രകാശാണ്. അതിനുശേഷം ഒരു കൊച്ചു പാലം ഇവർ നിർമ്മിച്ചെന്ന് പറയുന്നു. ഈ പറഞ്ഞ ചിറ്റൂർക്കടവ് പാലം ഈ 6.5 വർഷമായിട്ട് ജനീഷ് കുമാർ വരുന്നതിന് മുമ്പുള്ള തൂണുകളല്ലാതെ ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പോൾ അവർ ഉദ്ഘാടനം ചെയ്ത് JCBക്ക് ആ ഒരു കാർഡ് തെളിച്ചതല്ലാതെ അവിടെ ഒരു കമ്പിയെങ്കിലും നാട്ടിയിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തു കൂടെ രാജേഷ് പറഞ്ഞെങ്കിൽ വളരെ ഉപകാരം. കാര്യം ഈ പറഞ്ഞ 6 കൊല്ലത്തിൽ അവിടെ നാട്ടിയിട്ടുള്ള തൂണുകൾ അത് അടൂർ പ്രകാശ് MLA ആയിരുന്ന സമയത്ത് നാട്ടിലുള്ള തൂണുകളാണ്. അതിനുശേഷം ആ തൂണിന്റെ മേൽ ഒരു ക്രോസ് കമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരാം. ശരി, എന്തായാലും വികസന വിഷയത്തിലേക്ക് വരും. നമുക്ക് അതിന് മുമ്പ് അല്പം കൂടി രാഷ്ട്രീയം പറയാനുണ്ട്. എന്തിനാണ് ഇവിടെ അടൂർ പ്രകാശ് തന്നെ വീണ്ടും മത്സരിക്കണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ചതിന്റെ കാര്യം? ശരിക്കും അടൂർ പ്രകാശ് ഉണ്ടല്ലോ ഇവിടെ ജയിക്കാൻ കഴിയുള്ളൂ. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ഇവിടെ വികസന കുതിപ്പ് കൊണ്ടുവന്നത്. ഈ കഴിഞ്ഞ ഞാനിപ്പം 60 വയസ്സുണ്ട് എനിക്ക്. ഈ 60 വർഷക്കാലമായി നിലവിലുണ്ടായിരുന്ന MLAമാരുടെ കണക്കെടുത്താൽ ഞങ്ങൾ ഒരു MLA ഉണ്ടെന്നും അതിനുശേഷം ഒരു മന്ത്രി ഉണ്ടെന്നും
റവന്യൂ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്ത അടൂർ പ്രകാശ് ഈ നാടിന് നമ്മൾ നോക്കിയാൽ കാണാം എവിടെ ഈ ചുറ്റുപാടിൽ നിന്ന് കൈ ചൂണ്ടിക്കാൻ കാണിക്കുന്ന വികസനങ്ങളാണുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള വികസനങ്ങൾ പിന്നെ നമുക്ക് കണ്ണിറയെ കാണാനുള്ളപ്പോൾ ഇവിടെ വികസനം നടന്നില്ല. ബഹുമാന്യനായ ജനീഷ് കുമാർ MLA അതിന് ശേഷമാണ് വികസനം. അത് ഓക്കെ. പക്ഷേ ഈ അടൂർ പ്രകാശ് എന്തിനാണ് വീണ്ടും ഇവിടെ മത്സരിക്കാൻ ഇത്രയും താല്പര്യപ്പെട്ടത്? അദ്ദേഹം അല്ലെങ്കിൽ വേറെ ആർക്കും ഇവിടെ ജയിക്കാൻ കഴിയില്ലേ? അതിനകത്ത് അദ്ദേഹം മത്സരിക്കാനുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പോൾ എടുക്കുന്ന എഫേർട്ടിന്റെ പകുതിയിൽ താഴെ എടുത്താൽ മതി. അദ്ദേഹം വിജയിക്കുന്നുള്ളത് സുനിശ്ചിതമാണ്. കാര്യം 23 വർഷം അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചത് ഓരോ ജനഹൃദയങ്ങളും ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളുടെ, അതായത് ഇപ്പോൾ നിലവിൽ 8 വയസ്സായ കുഞ്ഞിനോട് ചോദിച്ചാലും അടൂർ പ്രകാശിന്റെ പേര് പറയും. പക്ഷെ ആ കുഞ്ഞിനോട് ചോദിച്ചാൽ ജനീഷ് കുമാറിനെ അറിയത്തില്ല. അതാണ് 23 വ്യത്യാസം. അതെ, ഇവരോട് തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് അടൂർ പ്രകാശിനെ ഭയമായിരുന്നു? മത്സരിക്കാൻ വന്നാൽ തോറ്റുപോകുന്ന പേടിയുണ്ട്? ഒരിക്കലുമല്ല. എന്തിനാ ഞങ്ങൾ ഭയക്കുന്നത്? ഞങ്ങൾ ഈ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 3000 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ജനീഷ് കുമാറോട് ചെയ്തിട്ടുള്ളത്. ഇവിടെ 6.5 വർഷം കൊണ്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ എല്ലാ വികസന പ്രവർത്തനം മറ്റേത് മണ്ഡലത്തിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വികസനം ഈ കേരളത്തിൽ നടപ്പിലാക്കിയ മണ്ഡലമാണ് കോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒട്ടും ഭയമില്ല. അതുകൊണ്ട് എന്താണ് അദ്ദേഹം തന്നെ മുൻ MLA പിന്മാറി പോകുന്ന ഒരവസ്ഥയിലായിരുന്നു. അദ്ദേഹം നോക്കി ഇവിടെ മത്സരിക്കാൻ നോക്കി. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റും. ഞങ്ങൾ അദ്ദേഹത്തെയാണ് പ്രതീക്ഷിച്ചത്. ഇവിടെ മത്സരിക്കണം, ഇവിടുന്ന് അദ്ദേഹത്തെ ആറ്റിങ്ങിലേക്ക് തിരിച്ചയക്കണമെന്നായിരുന്നു എല്ലാ പ്രവർത്തകരും ആഗ്രഹിച്ചിരുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അടൂർ പ്രകാശ് മത്സരിക്കുമോ ഇല്ലേ എന്നതായിരുന്നു കോന്നിയുടെ ഏറ്റവും അധികം ആദ്യം ഉണ്ടായിരുന്ന ആകാംക്ഷ. അടൂർ പ്രകാശ് ഒഴിയുന്നതോടുകൂടി ഒരു വളരെ എളുപ്പമായി നിങ്ങളുടെ മത്സരം, അങ്ങനെയാണോ നിങ്ങളുടെ ഒരു പ്രതീക്ഷ? അല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഈസി എന്നോ എളുപ്പമോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നിൽ ഒറ്റക്കെട്ടിലാണ് മത്സരിക്കുന്നത്. ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിൽ ഇരട്ടിയിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കോൺഗ്രസ് പറയുന്നത്. അടൂർ പ്രകാശ് ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ എഫറിന്റെ പകുതി മാത്രം മതിയായത്. അത്ര ജനകീയനായ നേതാവാണ് അടൂർ പ്രകാശ്. അത്രയധികം ബുദ്ധിമുട്ടുണ്ടോ അടൂർ പ്രകാശ് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ? ഒന്നുമില്ല. കാരണം 23 വർഷക്കാലമായിട്ട് ആൾ ഇരിക്കുന്ന ഒരു പരിചയ സമ്പത്ത് കുന്തിലുണ്ട്. അതിനപ്പുറത്ത് വേറെ വികസനം പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ റോഡ് നഗ്നനേത്രങ്ങൾ കാണാൻ കഴിയുന്നതാണ്. വീഴ്ച പോയ പദ്ധതിയാണ്. ജനീഷ് കുമാർ വന്ന ശേഷമാണ് മൂവാറ്റുപുഴ വെള്ളൂർ ഹൈവേ പൂർത്തീകരിച്ചു. അവർ പറയുന്നത് പഴയ കാലം വേണം. ഏതാ പഴയ കാലം വേണ്ടത്? പിള്ളേർക്ക് പഠിക്കാൻ പാഠപുസ്തകമില്ലാതെ ഫോട്ടോ എടുത്ത് പഠിക്കുന്ന പഴയ കാലം വരണോ? കുണ്ടും കുഴികളുടെ റോഡ് പഴയ കാലം വരണോ? പെൻഷൻ ശ്യാമേഷ പെൻഷൻ 600 രൂപ കൊടുക്കാതിരുന്നമാര് ഇപ്പൊ പറയുന്നത് കോന്നി ഇപ്പം ജനീഷ് കുമാർ വന്ന ശേഷം 800 കോടി രൂപയുടെ റോഡ് വികസനം മാത്രം നടപ്പിലാക്കി. ഞങ്ങളുടെ KSRTC ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? സ്വകാര്യ വ്യക്തികളെ ഭൂമി മണ്ണിട്ട് നിർത്തി ആ ഭൂമി KSRTC കൈമാറി കൊടുത്തിരിക്കുക അറിയാതെ കൊണ്ട്. അതുകൊണ്ട് നടക്കുന്നില്ല. അങ്ങനെ വികസനത്തിന് ഇറങ്ങോലാണ് കോന്നി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ KSRTC ഉൾക്കാൽ തന്നെയായിരുന്നു. അവിടെ ഒറ്റ ഇടപെടൽ മൂലമാണ് ഈ KSRTC ഉൾക്കാലായിരിക്കുന്നത്. അതുപോലെ ഈ കോന്നി ഗ്രാമപഞ്ചായത്ത് അവരാണ് ഈ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി മണ്ണിട്ട് നികർത്തിയിട്ട് അത് KSRTC കബളിപ്പിച്ചുകൊണ്ട് കൈമാറി. അതിന്റെ ഫലമായിട്ട് സ്വകാര്യ വ്യക്തി കേസ് കൊടുത്ത പോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ പഞ്ചായത്ത് കാണിച്ച ഏറ്റവും വലിയ കോന്നിക്കാട് വഞ്ചനയുടെ ഫലമായത്. ഈ ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ അദ്ദേഹത്തിന്റെ കൂടെ വഞ്ചനയ്ക്ക് കഴിഞ്ഞ ടൈമിലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.